വെൽക്കം ടു ദ ലേണിംഗ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്ന ടിഷ്യൂ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡി എടുത്തപ്പോൾ ടിഷ്യൂ എന്താണെന്ന് പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡിയുടെ ലെവലുകൾ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ലെവൽ കെമിക്കൽ ലെവലാണ്, സെക്കൻഡ് ഈസ് സെൽ ലെവൽ, സെല്ലുലാർ ലെവൽ, തേർഡ് ഈസ് ടിഷ്യൂ ലെവലാണല്ലേ. അപ്പം ആ ടൈമിൽ നമ്മൾ ടിഷ്യൂ ലെവൽ കഴിഞ്ഞ് ഓർഗൻ കഴിഞ്ഞാൽ ഓർഗൻ സിസ്റ്റം, ദെൻ ഓർഗാനിസം ലെവൽ അല്ലേ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ടിഷ്യൂ സെൽ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇനി ടിഷ്യൂ എന്താണ്? ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലേ, നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം സെല്ലുകൾ. അതിനെങ്ങനെയുള്ള ഫങ്ഷൻ ആയിരിക്കും? അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും അല്ലേ. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് വർക്ക് ടുഗദർ ടു പെർഫോം എ പർട്ടിക്കുലർ ഫങ്ഷൻ ഈസ് കോൾഡ് ആസ് ടിഷ്യൂ. അപ്പോൾ ഒരു കൂട്ടം സെല്ലുകൾ കൂടി ചേർന്ന് എന്താകുന്നു? ടിഷ്യൂ ആകുന്നു. ഇനിയും ടിഷ്യൂ, ദ ടേം ടിഷ്യൂ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഫൗണ്ട് ടുഗദർ ഇൻ ദ ബോഡി. അതായത് ഒരു കൂട്ടം സെല്ലുകൾ ഒന്നിച്ച് കാണുന്ന നമ്മുടെ മനുഷ്യ ശരീരത്തിൽ, അതിനെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ എന്തെന്ന് പറയുന്നു? ടിഷ്യൂ എന്ന് പറയുന്നു. ദെൻ ടിഷ്യൂവിനെ വീണ്ടും നമ്മൾ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ടിഷ്യൂ ലെവൽ കഴിഞ്ഞാൽ പിന്നെ ഓർഗൻ ലെവലാണ് അല്ലേ. ഓർഗൻ ആവുന്നത് എങ്ങനെയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ജോയിൻ ടുഗദർ ടു ഫോം ആൻ ഓർഗൻ അല്ലേ. പല തരത്തിലുള്ള ടിഷ്യൂ കൂടി ചേർന്ന് എന്താകും? ഓർഗൻ ആകും. അപ്പം ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 4 ടൈപ്സ്. ഏതൊക്കെയാണത്? കണക്റ്റീവ് ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ ആൻഡ് മസിൽ ടിഷ്യൂ. ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ. അപ്പോൾ എന്തൊക്കെയാണ് ആ 4 ടൈപ്സ് ഓഫ് ടിഷ്യൂ എന്ന് പറയുന്നത്? കണക്റ്റീവ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ ആൻഡ് മസിൽ ടിഷ്യൂ അല്ലെങ്കിൽ മസ്കുലർ ടിഷ്യൂ. ഓക്കെ. ഇനി ആനിമൽ ടിഷ്യൂ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 4 എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. ഇനി എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഔട്ടർ സർഫസിലെ ഫുൾ ഔട്ടർ സർഫസ് കവർ ചെയ്ത് കിടക്കുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അപ്പം ഇത് ഫുൾ ബോഡി സർഫസിനെ കവർ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മുടെ ഫുൾ ബോഡിയെ കവർ ചെയ്ത് കിടക്കുന്നു. ഇപ്പോൾ സ്കിന്നിന് തൊട്ട് താഴെ കാണപ്പെടുന്ന എപ്പിഡെർമിസ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഫുൾ എന്താണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അതുപോലെ നമ്മുടെ ശരീരത്തിനുള്ളിലെ ക്യാവിറ്റീസിനെ കവർ ചെയ്ത് കിടക്കുന്നതും എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. നമ്മുടെ ശരീരത്തിൽ ഹോളോ ഓർഗൻസ് ഉണ്ട് അല്ലേ. അപ്പം ബ്ലാഡർ, ഈ ഡൈജസ്റ്റീവ് ഓർഗൻസ്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള പാർട്സ് ഓഫ് ഓർഗൻസ് ഫുൾ, അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, കിഡ്നിയുടെ ട്യൂബ്യൂൾസ് അല്ലേ, യൂട്രൈൻ ട്യൂബ്യൂൾസ്, യൂറീറ്റേഴ്സ്, യൂട്രസ്, ഇതിനകത്തെല്ലാം എന്തുണ്ട്? അതെല്ലാം എങ്ങനെയുള്ള ഓർഗനാണ്? ഹോളോ ഓർഗൻസ് ആണ് അല്ലേ. ഈ ഹോളോ ഓർഗൻസിനെ എല്ലാം ലൈൻ ചെയ്ത് കിടക്കുന്ന അതിനുള്ളിലെ അതിനുള്ളിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട് അല്ലേ. ഈ ഹോളോ ഓർഗൻസിനുള്ളിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. ഈ സ്പേസിനെ എല്ലാം ലൈൻ ചെയ്ത് കിടക്കുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ എവിടെയൊക്കെ കാണപ്പെടുന്നു? നമ്മളുടെ ശരീരത്തിന് ഔട്ടർ സർഫസ് ഫുള്ള് കവർ ചെയ്ത് കിടക്കുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അതുപോലെ നമ്മുടെ ബോഡി ക്യാവിറ്റീസിനെ ലൈൻ ചെയ്ത് കിടക്കുന്നത് എന്താണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. നമ്മുടെ ശരീരത്തിലുള്ള ഹോളോ ഓർഗൻസ്, ഹാർട്ട് ഈസ് എ ഹോളോ ഓർഗൻ അല്ലേ. ഹാർട്ടും ഒരു ഹോളോ ഓർഗനാണ്. ബ്ലാഡർ, സ്റ്റൊമക്ക്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഈസോഫാഗസ്, യൂറീറ്റർ, യൂട്രസ് ഒക്കെ എന്താണ്? ഹോളോ ഓർഗൻസ് ആണ്. ഈ ഹോളോ ഓർഗൻസിനെ ലൈൻ ചെയ്ത് കിടക്കുന്നത് ഏതാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ, സെക്രീഷൻ ആൻഡ് സെൻസറി. എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ഷൻ ചെയ്യുന്നു. പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷനുണ്ട്. അബ്സോർപ്ഷൻ ചെയ്യുക അല്ലേ, ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കുക എന്നുള്ള ഫങ്ഷൻസ് ഉണ്ട്. സെക്രീഷൻ ഫങ്ഷൻ ഉണ്ട്. സെൻസ് ചെയ്തെടുക്കുക, സെൻസറി ഇതിൻ്റെ ഒരു ഫങ്ഷനാണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്. പക്ഷേ എപ്പിത്തീലിയൽ ടിഷ്യൂ ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ കാണപ്പെടുന്നു. ബോഡി ക്യാവിറ്റീസിൽ കാണപ്പെടുന്നു, സർഫസ് ഏരിയയിൽ കാണപ്പെടുന്നു, ഹോളോ ഓർഗൻസിനുള്ളിൽ ലൈൻ ചെയ്ത് കാണപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷനിൽ വ്യത്യാസമുണ്ടായിരിക്കും. ലൊക്കേഷൻ അനുസരിച്ച് എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷനിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ, സെക്രീഷൻ ആൻഡ് സെൻസറി, ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ദെൻ കണക്റ്റീവ് ടിഷ്യൂ.
നെക്സ്റ്റ് എന്താണ് കണക്റ്റീവ് ടിഷ്യൂ. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന മറ്റൊരു ടിഷ്യൂ ആണെന്ത് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, ബൈൻഡ് ചെയ്ത് ഓർഗൻസിനെ ബൈൻഡ് ചെയ്യുക, ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ്, ഇമ്മ്യൂണിറ്റി. അപ്പം കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കണക്റ്റ് ചെയ്ത് കിടക്കുന്ന ടിഷ്യൂ അല്ലേ. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അഡിപ്പോസ് ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡ് ടിഷ്യൂ എന്താണ്, അതും കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പം ഇത് എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ഓർഗൻസിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നു, ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ത്രൂ ദ ബ്ലഡ്. എന്ത് ചെയ്യും, ബ്ലഡ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ അല്ലേ. അത് ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസസ് ഓൾ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ദെൻ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സപ്പോർട്ട് ചെയ്യുന്നു, ബൈൻഡിങ് ഓഫ് ഓർഗൻസിനെ ബൈൻഡ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ആൻഡ് ഇമ്മ്യൂണിറ്റി. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ദെൻ മസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത് മസിൽ ടിഷ്യൂ ആണ് അല്ലേ. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന മസിൽസ് ടിഷ്യൂ ആണ്. ഇത് എന്തിനു സഹായിക്കുന്നു, മസ്കുലർ ടിഷ്യൂ എന്ന് എന്തിനു സഹായിക്കുന്നു, മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നു, നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നു, ലോക്കോമോഷനൊക്കെ സഹായിക്കുന്നത് ഏതാണ്, മസ്കുലർ ടിഷ്യൂ ആണ്. ഓക്കെ. അപ്പം മസിൽസ് ടിഷ്യൂവിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ് ആൻഡ് സ്കെലിറ്റൽ മസിൽസ് അല്ലേ. മനുഷ്യ ശരീരത്തിലെ മസിൽ ടിഷ്യൂവിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മസ്കുലർ ടിഷ്യൂവിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ് ഹാർട്ടിൽ കാണപ്പെടുന്ന ടിഷ്യൂ ആണ് അല്ലേ, മസിൽസ് ആണ് അല്ലേ കാർഡിയാക് മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, മസ്കുലർ ടിഷ്യൂവിൻ്റെ മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ. എന്താണ്, മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ. ദെൻ നെർവസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ന്യൂറോണുകൾ അല്ലെ, ന്യൂറോൺ സെല്ലുകളൊക്കെ നെർവസ് ടിഷ്യൂവിൻ്റെ സെല്ലെന്ന് പറയുന്നത് ന്യൂറോൺ ആണ് അല്ലേ. അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂറോണാണ് അതിൻ്റെ സെല്ല് വരുന്നത്. അപ്പം ഈ ന്യൂറോൺ കൂടി ചേർന്ന് എന്താവും, നെർവസ് ടിഷ്യൂ ആകും. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസസ്. എന്താണ് അതിൻ്റെ ഫങ്ഷൻ, ഇമ്പൾസസിനെ കണ്ടക്ട് ചെയ്യുക, നെർവ് ഇമ്പൾസസിനെ കണ്ടക്ട് ചെയ്യുക, കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസസ്. ദെൻ കോഓർഡിനേഷൻ ഓഫ് ബോഡി ഫങ്ഷൻ, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫങ്ഷൻസിനെയും കോർഡിനേറ്റ് ചെയ്യുക അല്ലേ. നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഞാൻ നിങ്ങളെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെന്താണ്, ആ സ്പീച്ച് അല്ലേ, സ്പീച്ച് എന്ന് പറയുന്നത്. ദെൻ കോർഡിനേഷൻ ഓഫ് ബോഡി ഫങ്ഷൻസ്, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഫങ്ഷൻസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്, ഈ നെർവസ് ടിഷ്യൂ ആണ് അല്ലേ. നെർവസ് ടിഷ്യൂ ആണ് നമ്മുടെ ശരീരത്തിനുള്ളിലെ കോർഡിനേഷൻ ഓഫ് ബോഡി ഫങ്ഷൻസ്, ബോഡിയുടെ ഫങ്ഷൻസിനെ കോർഡിനേറ്റ് ചെയ്ത് നിർത്തുന്നത്. അപ്പം ആനിമൽ ടിഷ്യൂ ക്ലാസിഫൈഡ് ഇൻ ടു 4 types. ദേ ആർ എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാം. ഇനിയും എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്, എപ്പിത്തീലിയൽ ടിഷ്യൂ ഇസ് ടിഷ്യൂ ദാറ്റ് കവേഴ്സ് സർഫസസ് ആൻഡ് ലൈൻസ് ക്യാവിറ്റീസ്. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ടിഷ്യൂ ദാറ്റ് കവേഴ്സ് ദ സർഫസ് ആൻഡ് ലൈൻസ് ക്യാവിറ്റി. സർഫസ് ഏരിയയും എന്താണ്, ക്യാവിറ്റിയുടെ ലൈൻസിനെയും എന്ത് ചെയ്യുന്നു, കവർ ചെയ്ത് കിടക്കുക അല്ലേ. എപ്പിത്തീലിയൽ ടിഷ്യൂ ദാറ്റ് കവേഴ്സ് സർഫസസ് ആൻഡ് ലൈൻസ് ക്യാവിറ്റീസ്. ഇറ്റ് കവേഴ്സ് ദ ഔട്ടർ സർഫസ് ഓഫ് ദ ബോഡി. ഇതെന്താണ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഔട്ടർ സർഫസ് ഫുള്ള് കവർ ചെയ്ത് കിടക്കുന്നത് ഏത് ടിഷ്യൂ ആണ്, എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. എന്താണ്, ഇറ്റ് കവേഴ്സ് ദ ഔട്ടർ സർഫസ് ഓഫ് ദ ബോഡി. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ, എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ടിഷ്യൂ ദാറ്റ് കവേഴ്സ് സർഫസ് ആൻഡ് ലൈൻസ് ക്യാവിറ്റീസ്. ഇത് നമ്മുടെ സർഫസ് ഏരിയയെയും ക്യാവിറ്റീസിനെയും ലൈൻ ചെയ്ത് കിടക്കുന്നു. ദെൻ ഇറ്റ് കവേഴ്സ് ദ ഔട്ടർ സർഫസ് ഓഫ് ദ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും ഔട്ടർ പാർട്ടായ സർഫസസിനെ കവർ ചെയ്ത് കിടക്കുന്നത് ഏതാണ്, ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ആൻഡ് ഇറ്റ് ലൈൻസ് ദ ഇൻറ്റസ്റ്റൈൻ, ലങ്സ് ആൻഡ് അതർ ഹോളോ ഓർഗൻസ്. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളിലെ ഹോളോ ഓർഗൻസിനെ അകത്ത് ലൈൻ ചെയ്ത് കിടക്കുന്നത്, ഹോളോ ഓർഗൻസിൻ്റെ ഉള്ളിൽ ലൈൻ ചെയ്ത് കിടക്കുന്നത് എന്താണ്, എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ഇറ്റ് ലൈൻസ് ദ ഇൻറ്റസ്റ്റൈൻ, ദ ലങ് ആൻഡ് അതർ ഹോളോ ഓർഗൻസ്. അപ്പോൾ ഹോളോ ഓർഗൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ലങ്സ്, ഹാർട്ട്, യുറീറ്റർ, യൂട്രസ്,
ഫെലോപ്പിയൻ ട്യൂബ്സ്, ഇതിനെല്ലാം എന്തുണ്ട്? ഹോൾസ് ഇന്നിട്ട് അല്ലേ? ഈ ഓർഗൻസിനെല്ലാം എല്ലാം എങ്ങനെയുള്ള ഓർഗൻസ് ആണ്? ഹോളോ ഓർഗൻസ് ആണ്. ഈ ഹോളോ ഓർഗൻസിൻ്റെ ഇന്നർ പാർട്ടെല്ലാം ഇൻസൈഡ് എല്ലാം എന്താണ് ലൈൻ ചെയ്ത് കിടക്കുന്നത്? എപ്പിത്തീലിയൽ ടിഷ്യൂ ലൈൻ ചെയ്ത് കിടക്കുകയാണ്. ഇത് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സെൽസാണ്. എങ്ങനെയാണ്? സിമ്പിൾ ഓർ ഫ്ലാറ്റ് സെൽസാണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ കാണപ്പെടുന്നത്. ഇറ്റ് മേ പ്രൊട്ടക്റ്റ്, അബ്സോർബ് ആൻഡ് സെക്രീറ്റ്. ഇതെന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു, സെക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം എന്താ പറഞ്ഞാൽ? ഇറ്റ് മേ പ്രൊട്ടക്റ്റ്, അബ്സോർബ് ആൻഡ് സെക്രീറ്റ്. എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ. പക്ഷേങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ഇതിൻ്റെ ഫങ്ഷനിൽ വേരിയേഷൻസ് ഉണ്ടാകും. അതാണ് പറഞ്ഞത്. എപ്പിത്തീലിയൽ ടിഷ്യൂ ഇപ്പം നമ്മുടെ ബോഡി സർഫസസിനെ കവർ ചെയ്ത് കിടക്കുന്നു, ക്യാവിറ്റീസിനെ കവർ ചെയ്ത് കിടക്കുന്നു. അതുപോലെ നമ്മുടെ ഹോളോ ഓർഗൻസ് അല്ലേ, മനുഷ്യ ശരീരത്തിലെ ഹോളോ ഓർഗൻസ് അതിനെല്ലാം അതിനുള്ളിലെ പോർഷനൊക്കെ കവർ ചെയ്ത് കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ഈ ഓർഗൻ്റെ ഈ ടിഷ്യൂവിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ഇതിൻ്റെ ഫംഗ്ഷനിൽ വേരിയേഷൻ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഫംഗ്ഷൻ പറയുന്നത് ഇറ്റ് മേ പ്രൊട്ടക്റ്റ്, അബ്സോർബ് ആൻഡ് സെക്രീറ്റ്. അപ്പോൾ ഇനി ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ്. ഇനി എപ്പിത്തീലിയൽ സെൽസിനെ നമ്മൾ അതിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും 3 ബേസിക് ഷേപ്സ് ഉണ്ട് അല്ലേ, തിരിച്ചിട്ടുണ്ട്. ദേ ആർ സ്ക്വയമസ്, ക്യൂബോയിഡൽ, കോളംനാർ. ഓക്കെ, സ്ക്വയമസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സെല്ലാണ്. എങ്ങനെയുള്ള സെല്ലാണ്? ഫ്ലാറ്റ് സെല്ലാണ്. സ്ക്വയമസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സെല്ലാണ്. സ്ക്വയമസ് ഫ്ലാറ്റ് സെൽ. ക്യൂബോയിഡൽ എന്ന് വെച്ചാൽ എന്താണ്? ക്യൂബോയിഡൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള സെല്ലാണ്? ക്യൂബ് ലൈക്ക് സെല്ലാണ്. അതിൻ്റെ സെൽ എന്താണ്? ക്യൂബ് ലൈക്ക് സെല്ലാണ്. ദെൻ കോളംനാർ എന്ന് പറയുമ്പോൾ കോളംനാർ ഷേപ്ഡ് സെല്ലാണ്. എങ്ങനെയാണ്? കോളം ലൈക്ക് സെല്ലാണ്. കോളം ടൈപ്പ് സെല്ലാണ്. കോളംനാർ എന്ന് വെച്ചാൽ കോളം ടൈപ്പ് സെല്ലാണ്. ഇപ്പം കണ്ടോ? അപ്പം ഇതിൻ്റെ ഷേപ്പിൻ്റെ അനുസരിച്ച് ഈ സെൽസിൻ്റെ എപ്പിത്തീലിയൽ സെൽസിൻ്റെ ഷേപ്പിൻ്റെ അക്കോർഡിംഗ് ഇതിന് 3 ബേസിക് ഷേപ്സ് ഉണ്ട് അല്ലേ, അത് തരം തിരിച്ചിട്ടുണ്ട്. സ്ക്വയമസ്, ക്യൂബോയിഡൽ ആൻഡ് കോളംനാർ. എത്രയായിട്ട് തരം തിരിച്ചിട്ടുണ്ട്? 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ഓഫ് ദ സെൽസ് ദേ ആർ ഡിവൈഡഡ് ഇൻ ടു സ്ക്വയമസ്, ക്യൂബോയിഡൽ ആൻഡ് കോളംനാർ അല്ലേ. അപ്പോൾ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. സ്ക്വയമസ്, ക്യൂബോയിഡൽ ആൻഡ് കോളംനാർ. ഓക്കെ, അതിനെപ്പറ്റി കൂടുതലായിട്ട് നോക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? സിമ്പിൾ സെല്ലാണ് അല്ലേ. ഇതിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ സെൽസിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിതിനെ വീണ്ടും തരം തിരിച്ചിട്ടുണ്ട്. സ്ക്വയമസ്, ദാറ്റ് മീൻസ് ഫ്ലാറ്റ് സെല്ല്. എങ്ങനെയുള്ള സെല്ലാണ്? ഫ്ലാറ്റ് സെല്ലാണ് സ്ക്വയമസ്. ദെൻ ക്യൂബോയിഡൽ. ക്യൂബോയിഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. എങ്ങനെയുള്ള സ്ട്രക്ചറാണ് വരുന്നത്? ക്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് വരുന്നത്. ദെൻ കോളംനാർ. എന്താണ്? കോളംനാർ. ഇതാണ് കോളം ലൈക്ക് സ്ട്രക്ചറാണ്. എങ്ങനെയുള്ള സ്ട്രക്ചറാണ് സെൽസിൻ്റെ? കോളം ലൈക്ക് സ്ട്രക്ചർ. അപ്പം സ്ക്വയമസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ടൈപ്പ് സെൽസാണ്. ദെൻ ക്യൂബോയിഡൽ എന്ന് വെച്ചാൽ ക്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് വരുന്നത്. കോളംനാർ എന്ന് വെച്ചാൽ കോളം ലൈക്ക് സ്ട്രക്ചറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പിൻ്റെ അക്കോർഡിംഗ് ഇതിനെ 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. സ്ക്വയമസ്, ക്യൂബോയിഡൽ ആൻഡ് കോളംനാർ. വീണ്ടും ഇതിനെ അതിൻ്റെ ലെയറുകളുടെ അടിസ്ഥാനത്തിൽ തരം തിരിച്ചിട്ടുണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ അതിൻ്റെ ലെയറുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും തരം തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? സിമ്പിൾ ഒറ്റ ലെയറേ ഉള്ളെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിനൊരു സിംഗിൾ ലെയറേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? സിമ്പിൾ എപ്പിത്തീലിയം എന്നും. ദെൻ ഒന്നിൽ കൂടുതൽ ലെയറുകളുണ്ടെങ്കിൽ അതിനെ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്നും വിളിക്കും. അപ്പോൾ ഒറ്റ ലെയറേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? സിമ്പിൾ എന്നും. ഒന്നിൽ കൂടുതൽ ലെയറുകളുണ്ടെങ്കിൽ അതിനെ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്നും വിളിക്കും. ഓക്കെ, ഇനി എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ലെയേഴ്സിൻ്റെ അക്കോർഡിന് അതിനെ വീണ്ടും നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്. ഇൻ എപ്പിത്തീലിയൽ ടിഷ്യൂ ദ സെൽസ് ആർ ഇൻ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ലെയർ. എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ സെൽസ് കാണപ്പെടുന്നത് എങ്ങനെ? ഒറ്റ ലെയറിലുള്ള സെൽസ് കാണപ്പെടാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുള്ള ലെയറുകളുള്ള സെൽസുകൾ കാണും. അപ്പോൾ ഇഫ് ദർ ഈസ് ഓൺലി 1 ലെയർ ദ ടിഷ്യൂ ഈസ് കോൾഡ് സിമ്പിൾ എപ്പിത്തീലിയം. ഇപ്പോൾ ഒറ്റ ലെയറേ ഉള്ളൂ ആൻഡ് അങ്ങനെയുള്ള ഒറ്റ ലെയർ ദെൻ ഇതിപ്പം സിമ്പിൾ എപ്പിത്തീലിയമാണ്. എന്താണ്? സിമ്പിൾ എപ്പിത്തീലിയം. ഒറ്റ ലെയറുകളുള്ള സെല്ലിനെ എന്തെന്ന് പറയും? സിമ്പിൾ എപ്പിത്തീലിയം എന്ന് വിളിക്കും. ഇനി മൾട്ടിപ്പിൾ ലെയർ ആണെന്നുണ്ടെങ്കിൽ, ലുക്ക്, ഇതിപ്പം മൾട്ടിപ്പിൾ ലെയർ ആണെന്നുണ്ടെങ്കിൽ
ഒന്നിൽ കൂടുതൽ ലെയറുകൾ ഉണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും? സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് വിളിക്കും. എപ്പോഴും നമ്മളുടെ സെൽസ് ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് സെൽസ് കാണപ്പെടുമ്പോഴത്തേക്ക് ആ സെൽസ് ഒരു ബേസ്മെൻറ്റ് ലെയർ ഉണ്ടായിരിക്കും. അതിനെന്തുണ്ടായിരിക്കും? ഒരു ബേസ്മെൻറ്റ് ലെയർ ഉണ്ടായിരിക്കും. സെൽസിനൊക്കെ എപ്പോഴും എന്തുണ്ടായിരിക്കും? ഒരു ബേസ്മെൻറ്റ് ലെയർ ഉണ്ടായിരിക്കും. ഇനിയും ഈ ലെയറിൻ്റെ അടിസ്ഥാനത്തിൽ ബേസ്മെൻറ്റ് ലെയറിൻ്റെ ഒറ്റ ലെയറേ ഉള്ളെന്നുണ്ടെങ്കിൽ ഇതിനെ എന്തെന്ന് വിളിക്കും? സിമ്പിൾ എന്നും. ഒന്നിൽ കൂടുതൽ ലെയറുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സെൽസിനെ എന്തെന്ന് വിളിക്കും? സ്ട്രാറ്റിഫൈഡ് ടിഷ്യൂ എന്നും വിളിക്കും. സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്നും വിളിക്കും. അപ്പോൾ ഒറ്റ ലെയറുള്ള സെല്ലിനെ സിമ്പിൾ എന്നും ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ സ്ട്രാറ്റിഫൈഡ് എന്നും തരംതിരിക്കും. ഓക്കെ, ഇനി ഇതിന് നമ്മൾ നെയിം കൊടുക്കില്ലേ? ഇപ്പം നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് നെയിം കൊടുക്കുന്നത് എങ്ങനെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആർ നെയിംഡ് ബൈ ദ നമ്പർ ഓഫ് ലെയേഴ്സ്, അതിൻ്റെ ലെയറുകളുടെ അടിസ്ഥാനത്തിലും, ആൻഡ് ടൈപ്സ് ഓഫ് സെൽ ഇൻ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ലെയർ. ഇപ്പം എന്താ പറയുക, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിൽ കാണപ്പെടുന്ന സെല്ലിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലുമായിരിക്കും. അതായത് ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്? ക്യൂബോയിഡൽ, കോളംനർ ആൻഡ് ക്യൂബോയിഡൽ, കോളംനർ ആൻഡ് സ്ക്വയമസ്. ഇത്രയാണ് തരംതിരിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം ഇതിൻ്റെ ഇപ്പോൾ ഇത് ഒരു ബേസ്മെൻറ്റ് ലെയറാണ്. ഇതിന് ഒറ്റ ലെയറേ ഉള്ളെന്ന് കൂട്ടിക്കും. ഇപ്പോൾ ഇതിലിപ്പം ഞാൻ ഫ്ലാറ്റ് സെല്ല് ഡ്രോ ചെയ്താണ്ടോ? ഫ്ലാറ്റ് സെല്ലാണ്. ഇതെങ്ങനെയുള്ള സെല്ലാണ്? ഫ്ലാറ്റ് സെല്ലാണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് സെല്ലിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഇതിന് എത്ര ലെയർ ഉണ്ട്? ഒറ്റ ലെയറേ ഉള്ളൂ. ഇതിൻ്റെ സെല്ല് എങ്ങനെയുള്ള സെല്ലാണ്? സ്ക്വയമസ് ആണ്, ഫ്ലാറ്റ് ആണ് അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ സിമ്പിൾ സ്ക്വയമസ് എപ്പിത്തീലിയം എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? സിമ്പിൾ സ്ക്വയമസ് എപ്പിത്തീലിയം എന്ന് വിളിക്കും. ഇനിയിപ്പോൾ ഇത് കണ്ട്, ഇതിപ്പോൾ ഒരു ലെയറാണ്. ഈ ലെയർ നമ്മൾ ഇതിൽ സെല്ല് ഡ്രോ ചെയ്യാം. ഇപ്പോൾ ഇതെന്താണ്? സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ് അല്ലേ? ഇതെന്താണ്? ഒറ്റ ലെയറേ ഉള്ളൂ, ക്യൂബ് ലൈക്ക് സ്ട്രക്ചറാണല്ലേ? സെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ക്യൂബോയിഡൽ ഷേപ്പാണല്ലേ? അപ്പോൾ ക്യൂബോയിഡൽ സെൽസാണ് കാണപ്പെടുന്നത്. സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. ഇതെന്താണ്? സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഇനി നോക്ക്, ഇത് ഒറ്റ ലെയറേ ഉള്ളൂ. ഇനി ഇതിന് ഇനിയും വീണ്ടും ലെയറുണ്ട്. ഇതിന് മുകളിൽ വീണ്ടും നമുക്ക് സെല്ല് വരയ്ക്കാം. ഓക്കെ, ഇതിന് ഇനി വൺ മോർ ലെയർ നമുക്ക് ഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് മുകളിലത്തെ ലെയർ ഞാൻ റെഡ് കളർ കൊണ്ട് വരച്ച് കാണിക്കാം. അപ്പോൾ മുകളിൽ സെല്ല് കണ്ടോ? ഫ്ലാറ്റ് സെല്ലാണ് ഞാൻ വരയ്ക്കുന്നത്. എങ്ങനെയുള്ള സെല്ലാണ് വരയ്ക്കുന്നത്? ഫ്ലാറ്റ് സെല്ലാണ്. അപ്പം ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സ്ക്വയമസ് ആണ് അല്ലേ? ഫ്ലാറ്റ് സെല്ലാണ്. അപ്പോൾ ഇതിന് എത്ര ലെയറുകളുണ്ട്? 1, 2, 3 മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഏതാണ്? ഫ്ലാറ്റ് സെല്ലാണ്, സ്ക്വയമസ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ പേര് കൊടുക്കും? അപ്പോൾ ഒന്നിൽ കൂടുതൽ ലെയറുകൾ ഉണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ലെയറുകൾ ഉണ്ടെങ്കിൽ അതിനെ എന്തെന്നാണ് വിളിക്കുന്നത്? സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്നാണ് വിളിക്കുന്നത്. ഒറ്റ ലെയറേ ഉള്ളെങ്കിൽ സിമ്പിൾ എന്നോ, ഒന്നിൽ കൂടുതൽ ലെയറുകൾ ഉണ്ടെങ്കിൽ സ്ട്രാറ്റിഫൈഡ് എന്നോ. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് സെൽ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലാറ്റ് ആണ്, ക്യൂബോയിഡലാണ് അല്ലേ? അപ്പോൾ ഒന്നിൽ കൂടുതൽ ലെയർ ഉണ്ട്, ദാറ്റ് മീൻസ് സ്ട്രാറ്റിഫൈഡ് സ്ക്വയമസ് എപ്പിത്തീലിയം. എന്താണ്? സ്ട്രാറ്റിഫൈഡ് സ്ക്വയമസ് എപ്പിത്തീലിയം എന്ന് വിളിക്കും. ഇതിനെ എന്തെന്ന് വിളിക്കും? സ്ട്രാറ്റിഫൈഡ് സ്ക്വയമസ് എപ്പിത്തീലിയം. അപ്പം അതിൻ്റെ ലെയറുകളുടെ അടിസ്ഥാനത്തിലും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് സെല്ലിൻ്റെ ടൈപ്പ് ഓഫ് സെല്ലിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ ഇതിനെ നെയിമിങ് ചെയ്യുന്നത് അല്ലേ? ഔട്ടർ മോസ്റ്റ് സെല്ലിൻ്റെ ടൈപ്പിൻ്റെ അനുസരിച്ച് നമ്മൾ ഇതിനെ നെയിമിങ് ചെയ്യും. ഇപ്പം if there are several layers and if the outermost layer consists of squamous, that means flat cell, then the tissue is called a stratified squamous epithelium. എന്തെന്ന് വിളിക്കും? സ്ട്രാറ്റിഫൈഡ് സ്ക്വയമസ് എപ്പിത്തീലിയം. എപ്പിത്തീലിയൽ ടിഷ്യൂ ആർ നെയിംഡ് ബൈ ദ നമ്പർ ഓഫ് ലെയേഴ്സ് ആൻഡ് ടൈപ്പ് ഓഫ് സെൽ ഇൻ ഔട്ടർ മോസ്റ്റ് ലെയർ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിന് നെയിം കൊടുക്കുന്നത്? അതിൻ്റെ ലെയറുകളുടെ അടിസ്ഥാനത്തിലും അതിൻ്റെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ഏത് സെല്ലാണോ, ഏറ്റവും ടോപ്പ് പോർഷനിൽ കാണപ്പെടുന്ന ഏത് സെല്ലാണോ അതിൻ്റെ അക്കോർഡിംഗ് ആയിരിക്കും അതിന് നെയിമിങ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. കണ്ടോ? ഇതിപ്പം ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ്, ഇതിന് മെനി ലെയേഴ്സ് ഉണ്ട് അല്ലേ? മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ മോസ്റ്റ് സെൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫ്ലാറ്റ് ആണ് അല്ലേ? അപ്പം ഫ്ലാറ്റ് ആണ് ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് സെല്ല്. അപ്പോൾ ഇതിനെ എന്തെന്ന് വിളിക്കും നമ്മൾ?
സ്ട്രാറ്റിഫൈഡ് സ്ക്വയമസ് എപ്പിത്തീലിയം എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? സ്ട്രാറ്റിഫൈഡ് സ്ക്വയമസ് എപ്പിത്തീലിയം എന്ന് വിളിക്കും. Epithelial tissue എന്താണെന്നാ പറഞ്ഞത്? Epithelial tissue is a tissue that covers surface and lines and cavity. It covers the outer surface of the body. It lines the intestine, the lungs and other hollow organ. It may protect, absorb and secretion. These are the functions അല്ലേ? അപ്പം എന്തു പറഞ്ഞു? എപ്പിത്തീലിയൽ സെൽസിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട്: ക്യൂബോയിഡൽ, കോളംനാർ ആൻഡ് സ്ക്വയമസ് അല്ലേ? അപ്പോൾ പിന്നെ അതിൻ്റെ ലെയറുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ നെയിമിങ് ചെയ്തിട്ടുണ്ട്. ഒറ്റ ലെയറേ ഉള്ളെങ്കിൽ സിമ്പിൾ എന്നും, ഒന്നിൽ കൂടുതൽ ലെയർ ഉണ്ടെന്നാണെങ്കിൽ അതിനെ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്നും വിളിക്കും. ഇനി ഈ എപ്പിത്തീലിയൽ സെൽസ് ഇപ്പോൾ സിമ്പിൾ സ്ക്വയമസ് എപ്പിത്തീലിയം, ഇതെന്താണ്? ഈ കാണുന്ന സെല്ലുണ്ട്, ഇതെന്താണ്? സിമ്പിൾ സ്ക്വയമസ് എപ്പിത്തീലിയം. ഈ സിമ്പിൾ സ്ക്വയമസ് എപ്പിത്തീലിയം ലൈൻ ചെയ്ത് കിടക്കുന്നത് എവിടേക്കാണ്? നമ്മുടെ ബ്ലഡ് വെസൽസിനുള്ളിലും ലങ്സിൻ്റെ സാക്കിനുള്ളിലുമൊക്കെ എന്ത് ചെയ്ത് കിടക്കുന്നത്? ഈ ഓർഗൻസിൻ്റെ, അതായത് ഓർഗൻസിനുള്ളിലെ ഹോളോ ഓർഗൻസ് ആണ് അല്ലേ? അതിനുള്ളിലെ അറയ്ക്കുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ഇത് ലൈൻ ചെയ്ത് കാണപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതെന്തിനു സഹായിക്കും? ഈ ബ്ലഡിൻ്റെ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കും. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ, ബ്ലഡ് വെസൽസിൽ നിന്ന് ന്യൂട്രിയൻസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ സഹായിക്കും. എന്താ പറയുന്നത്? ലങ്സിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ എയർ സാക്കിനുള്ളിലാണ് കാണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എയറിൻ്റെ, അതായത് ഈ ഗ്യാസിൻ്റെ, എയർ എന്ന് പറയുമ്പോൾ ലങ്സിനുള്ളിൽ ഗ്യാസസ് ആണല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ്റെ എക്സ്ചേഞ്ചാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ചിന് സഹായിക്കുന്നു. അപ്പം എവിടെയാണ് കാണുന്നതെങ്കിൽ ഇപ്പം ഇത് കാണുന്നത് ലങ്സിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ എക്സ്ചേഞ്ചിന് സഹായിക്കും. ഇനി ബ്ലഡ് വെസൽസിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ന്യൂട്രിയൻസിൻ്റെ എക്സ്ചേഞ്ചിന് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ഇതിൻ്റെ ഫങ്ഷനിൽ വേരിയേഷൻ ഉണ്ട്. ഇപ്പം സീലിയേറ്റഡ് സ്ക്വയമസ് എപ്പിത്തീലിയം, സീലിയേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷനാണ് സീലിയേറ്റഡ്. കണ്ടോ, ഇത് മൂവ് ചെയ്യാൻ സഹായിക്കും, പാർട്ടിക്കിൾസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും, സബ്സ്റ്റൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സഹായിക്കും ഈ സീലിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് എന്ന് പറയുന്നത്. അപ്പം സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ യൂട്രൈൻ ട്യൂബ്യൂൾസിനുള്ളിലും ലങ്സിലെ ബ്രോങ്കൈസിലുമൊക്കെയാണ് കാണപ്പെടുന്നത്. എവിടെ കാണപ്പെടുന്നു? ബ്രോങ്കയിലും ട്രക്കിയ എന്ന് പറയുമ്പോൾ എയർവേ ആണല്ലേ, നമ്മുടെ ബ്രോങ്കൈ, ലാർജ് എയർവേസ് ഒക്കെ എന്ത് കാണപ്പെടുന്നു? യൂറീറ്റേഴ്സിനുള്ളിൽ. അത് യൂറീറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മളുടെ കിഡ്നിയിൽ നിന്ന് റൈസ് ചെയ്ത് ബ്ലാഡറെ കണക്ട് ചെയ്യുന്ന രണ്ട് ട്യൂബ്സില്ലേ, അതാണ് യൂറീറ്റേഴ്സ്. ഇതിനുള്ളിലുമൊക്കെ എന്ത് കാണപ്പെടുന്നു? എപ്പിത്തീലിയൽ ടിഷ്യൂ കാണപ്പെടുന്നു. ഇവിടെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയാൻ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് എന്താണ്? അബ്സോർപ്ഷനും സെക്രീഷനുമാണ് ഇവിടെ ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഇനി സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം അല്ലേ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ക്യൂബോയിഡൽ. ഇതെന്താണ്? സിമ്പിളാണ്, ഒറ്റ ലെയറേ ഉള്ളൂ, അതുകൊണ്ട് അതിന് സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് വിളിക്കും. എങ്ങനെയുള്ള സെല്ല കാണുന്നത്? ക്യൂബ് ലൈക്ക് സ്ട്രക്ചർ. അപ്പോൾ സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഇതെവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ കിഡ്നിക്കുള്ളിൽ. കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺ ആണല്ലേ. ഈ നെഫ്രോണിന് കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് ആണ്, ഇങ്ങനെ കൺവല്യൂട്ടഡ് ആയിട്ടുള്ള ട്യൂബ്യൂളാണ്. ഈ ട്യൂബ്യൂൾസിനുള്ളിൽ ലൈൻ ചെയ്ത് കിടക്കുന്നത് എന്താണ്? ഈ സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. ഇവിടെ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സെക്രീഷനും റീഅബ്സോർപ്ഷനും ഒക്കെയാണ്. എന്താണ്? സെക്രീഷൻ ഉണ്ട്, റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സ്മോൾ മോളിക്യൂൾസ് അല്ലേ. റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സ്മോൾ മോളിക്യൂൾസ് ആണ് ഇവിടെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ഇതിൻ്റെ ഫംഗ്ഷനിൽ വേരിയേഷൻസ് ഉണ്ട്. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്താണെങ്കിൽ ഈ സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം എങ്ങനെയുള്ളതാണ്? കോളം ലൈക്ക് സെല്ലാണ് അല്ലേ. സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം എവിടെയാണ് കാണപ്പെടുന്നത്? ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ കാണപ്പെടുന്നു. നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനുള്ളിൽ കാണപ്പെടുന്ന ഇവിടെ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അബ്സോർബ് സബ്സ്റ്റൻസസ് ആൻഡ് പ്രൊഡ്യൂസ് മ്യൂക്കസ്. ഇവിടെ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സബ്സ്റ്റൻസിനെ ഈ നമ്മുടെ ഫുഡൊക്കെ ഡൈജസ്റ്റ് ആയിട്ട് മാറുമ്പോഴത്തേക്ക് അവിടെ അബ്സോർപ്ഷൻ നടക്കണമല്ലോ. അപ്പം ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കുക അല്ലേ, അവിടെ അബ്സോർബ് ചെയ്യുക, ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തെടുക്കുകയും പിന്നെ എന്താണ്? ഈ മ്യൂക്കസ് സെക്രീഷൻ നടത്തുകയും മ്യൂക്കസിനെ സെക്രീഷൻ ചെയ്യുന്നതും ഇതിൻ്റെ ഫങ്ഷനാണ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ. ഓക്കെ, ഡൈജസ്റ്റീവ് ട്രാക്റ്റ് കാണപ്പെടുന്ന എങ്ങനെയുള്ള സെല്ലുകളാണ്? എപ്പിത്തീലിയമാണ്. സിമ്പിൾ
കോളംനാർ എപ്പിത്തീലിയം. ഇനി കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റായ നെഫ്രോണുകളുടെ കൺവല്യൂട്ടഡ് ട്യൂബുകളിനകത്താണ് കാണപ്പെടുന്നത് എങ്ങനെയുള്ള സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഇനി സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം എവിടെ കാണപ്പെടുന്നു? ഇത് നമ്മുടെ ലങ്സിൻ്റെ എയർ സാക്കിനുള്ളിലും ഈ ഫെലോപ്പിയൻ ട്യൂബ് യൂട്രൈൻ ട്യൂബ്യൂൾസിനുള്ളിലും കാണപ്പെടുന്നു അല്ലേ. ദെൻ സിമ്പിൾ സ്ക്വയമസ് എപ്പിത്തീലിയം കാണപ്പെടുന്നത് ലങ്സിൻ്റെ ഇവിടെ എയർ സാക്ക് അല്ലല്ലോ, ബ്രോങ്കൈ അല്ലേ. ഓക്കെ. ദെൻ എന്താണ് സിമ്പിൾ സ്ക്വയമസ് എപ്പിത്തീലിയം കാണപ്പെടുന്നത് ലങ്സിൻ്റെ എയർ സാക്കിനുള്ളിലും ഈ എയർ സാക്കിനുള്ളിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? ബ്ലഡ് വെസൽസിനുള്ളിലും എയർ സാക്കിനുള്ളിലും കാണപ്പെടുന്ന അവിടെ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസൻസും അബ്സോർപ്ഷനും ഒക്കെയാണ് ഇവിടെ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ഈ എപ്പിത്തീലിയൽ സെൽസിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ഇതിൻ്റെ ഫങ്ഷൻസിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്ന ഓരോന്നും. സിമ്പിൾ സ്ക്വയമസ്, സിമ്പിൾ ക്യൂബോയിഡൽ, സിമ്പിൾ കോളംനാർ, സ്ട്രാറ്റിഫൈഡ് സ്ക്വയമസ്, സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ, സ്ട്രാറ്റിഫൈഡ് കോളംനാർ ആൻഡ് ട്രാൻസിഷണൽ സൂഡോ സ്ട്രാറ്റിഫൈഡ് കോളംനാർ. ഇത്രയുമാണ്. ദെൻ ഈ സൂഡോ സ്ട്രാറ്റിഫൈഡ് കോളംനാർ എപ്പിത്തീലിയം എന്താണ്? ദ സെൽസ് ആർ കോളം ലൈക്ക് ഇൻ അപ്പിയറൻസ്. ഇതിൻ്റെ സെൽസ് എന്ന് പറയുന്നത് എന്താണ്? കോളം ലൈക്ക് അപ്പിയറൻസ് ആണ്. ഇതിൻ്റെ സെൽസ് എന്ന് പറയുന്നത് എങ്ങനെ അപ്പിയറൻസ് ആണ്? കോളം ലൈക്ക് അപ്പിയറൻസ് ആണുള്ളത്. ദെൻ ഇതിൻ്റെ സൈസിൽ ബട്ട് ദേ വേരി ഇൻ ഹൈറ്റ്. ഇതിൻ്റെ ഹൈറ്റിൽ എന്തായിരിക്കും വേരിയേഷൻ ഉണ്ട്? ഇതൊരു സെല്ലാണ്, ഇതിൻ്റെ ഹൈറ്റിന് വേരിയേഷൻ ഉണ്ട്, ഇതിൻ്റെ ഹൈറ്റിനും വേരിയേഷൻസ് ഉണ്ട്. ദർ ഈസ് ഓൺലി വൺ ലെയർ ഓഫ് സെൽ. ഇതിൻ്റെ സെൽ എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ ലെയറേ ഉള്ളൂ. അപ്പം ഈ സൂഡോ സ്ട്രാറ്റിഫൈഡ് കോളംനാർ എപ്പിത്തീലിയമിൻ്റെ പ്രത്യേകത എന്താണ്? ദ സെൽസ് ആർ കോളം ലൈക്ക് ഇൻ അപ്പിയറൻസ്. ഇതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്? കോളം ലൈക്കാണ്. ഇതിൻ്റെ സൈസിൽ ഹൈറ്റിൽ വേരിയേഷൻ ഉണ്ട്, ഒറ്റ ലെയറുകൾ മാത്രമേ കാണത്തുള്ളൂ. എങ്ങനെയുള്ള ടിഷ്യൂ ആണ്? സീലിയേറ്റഡ് ടിഷ്യൂ ആണ്. ലൈൻസ് ഇതെവിടെ കാണപ്പെടുന്നു? ലൈൻസ് ദ ട്രക്കിയ ആൻഡ് മച്ച് ഓഫ് ദ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. നമ്മുടെ ഏറ്റവും ഇത് കാണപ്പെടുന്നത് നമ്മുടെ ലങ്സിലും ലങ്സിൻ്റെ ട്രക്കിയ വിൻഡ് പൈപ്പാണല്ലേ. അപ്പോൾ ട്രക്കിയ ആൻഡ് മച്ച് ഓഫ് ദ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലുമാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇവിടെ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സെക്രീഷൻ ഓഫ് മ്യൂക്കസ് ആണ്. എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ ഇവിടെ? സെക്രീഷൻ ഓഫ് മ്യൂക്കസ്. സീലിയേറ്റഡ് ടിഷ്യൂ മൂവ്സ് മ്യൂക്കസ്. ഈ സീലിയേറ്റഡ് ടിഷ്യൂൻ്റെ ഫങ്ഷൻ ഇവിടെ എന്താ വരുന്നത്? അന്നേരം ഈ മ്യൂക്കസിനെ മൂവ് ചെയ്ത് മാറ്റുക. ഇവിടെ സെക്രീഷൻ നടന്ന ഈ മ്യൂക്കസിനെ മൂവ് ചെയ്ത് അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ഫങ്ഷനാണ് ഈ സീലിയേറ്റഡ് ടിഷ്യൂവിൻ്റെ വരുന്നത്. അപ്പോൾ ഇവിടെ സൂഡോ സ്ട്രാറ്റിഫൈഡ് കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത് എന്താണ്? കോളം ലൈക്ക് അപ്പിയറൻസ് ആണ് ഇതിനുള്ളത്, ഒറ്റ ലെയറേ ഉള്ളൂ, ഇതിൻ്റെ സൈസിൽ വേരിയേഷൻസ് ഉണ്ട്. ദെൻ ഇത് സീലിയേറ്റഡ് ടിഷ്യൂ ആണ്. ഇത് കാണപ്പെടുന്നത് ട്രക്കിയ, അതായത് വിൻഡ് പൈപ്പിലും അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലുമാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്രീറ്റ് മ്യൂക്കസ്. ഇത് എന്ത് ചെയ്യും? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. ഈ സീലിയേറ്റഡ് ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതെന്താണ്? ഈ സെക്രീറ്റ് ചെയ്ത മ്യൂക്കസിനെ അവിടെ നിന്ന് മൂവ് ചെയ്യിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് അതിന് ഉള്ളത്. ദെൻ സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ലെയറുകളുണ്ട്. സെൽസ് എങ്ങനെയുള്ളതാണ്? ക്യൂബ് ലൈക്ക് സെൽസ് ആയിരിക്കും. എങ്ങനെയുള്ളതായിരിക്കും? ക്യൂബ് ലൈക്ക് സെൽസ് ആയിരിക്കും. അപ്പോൾ കണ്ടെയ്ൻസ് മെനി ലെയേഴ്സ് ഓഫ് ക്യൂബ് ഷേപ്പ്ഡ് സെൽസ്. എന്താണ്? കണ്ടെയ്ൻസ് മെനി ലെയേഴ്സ് ഓഫ് ക്യൂബ് ഷേപ്ഡ് സെൽസ്. സ്വെറ്റ് ഇതെവിടെ കാണപ്പെടുന്നു? നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസിലും, അതായത് സ്വെറ്റ് ഗ്രന്ഥികളിലും, സലൈവറി ഗ്രന്ഥികളിലും, മാമറി ഗ്രന്ഥികളിലും ഒക്കെയാണ് ഇത് കാണപ്പെടുന്നത്. എവിടെയൊക്കെയാണ്? സ്വെറ്റ് ഗ്ലാൻസ്, സലൈവറി ഗ്ലാൻസ് ആൻഡ് മാമറി ഗ്ലാൻസിലാണ് ഇവിടെ ഇത് കാണപ്പെടുന്നത്. ഇവിടെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ ആണ്. ഇതെങ്ങനെയുള്ള ടിഷ്യൂ ആണ്? സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഇൻ ദീസ് പ്ലേസസ്, അതായത് ഗ്ലാൻഡ് ഗ്രന്ഥികൾക്കുള്ളിൽ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ആണ് അല്ലേ. പ്രൊട്ടക്ഷനാണ് ഇതിൻ്റെ ഫംഗ്ഷൻ, പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ ആണ് ഇവിടെ. ഇനിയും സ്ട്രാറ്റിഫൈഡ് സ്ക്വയമസ് എപ്പിത്തീലിയം. എന്താണ് സ്ട്രാറ്റിഫൈഡ് സ്ക്വയമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്? സ്ട്രാറ്റിഫൈഡ് സ്ക്വയമസ് എപ്പിത്തീലിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിൽ കൂടുതൽ ലെയറുകളുണ്ട് അല്ലേ, മെനി ലെയേഴ്സ് ഉണ്ട്. സ്ക്വയമസ് എന്ന് പറയുമ്പം ഈ അപ്പർ മോസ്റ്റ് സെൽ എങ്ങനെയുള്ളതാണ്? ഫ്ലാറ്റ് സെല്ലാണ് അപ്പർ മോസ്റ്റ് സെല്ല്. ഇതിൻ്റെ അപ്പർ മോസ്റ്റ് സെല്ലും മെനി ലെയേഴ്സും ഏറ്റവും ടോപ്പ് പോർഷനിൽ കാണപ്പെടുന്ന സെല്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ നമ്മൾ നെയിം ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പേരെന്താ? ഈ സെല്ലിന് ഇങ്ങനെയുള്ള സെൽസിൻ്റെ പേരെന്താണ്?
എപ്പിത്തീലിയത്തിൻ്റെ പേരെന്താണ്? സ്ട്രാറ്റിഫൈഡ് സ്ക്വയമസ് എപ്പിത്തീലിയം. എന്താണ്? ഒന്നിൽ കൂടുതൽ ലെയറുകളുണ്ട്. അപ്പർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സെൽ എങ്ങനെയുള്ളതാണ്? ഫ്ലാറ്റ് സ്ക്വയമസ് ആണ്. ദെൻ മെനി ലെയേഴ്സ് ഓഫ് സെൽ ഫ്ലാറ്റേൺഡ് സെൽ ലൈൻസ് എവിടെ കാണപ്പെടുന്നു? ഇത് നമ്മുടെ ഈസോഫാഗസ്, ഫുഡ് പൈപ്പ് അല്ലേ, ഈസോഫാഗസ്, മൗത്ത് ആൻഡ് വജൈന, ഈ ഒരു പ്ലേസിലായിരിക്കും ഇത് കാണപ്പെടുന്നത്. ഈസോഫാഗസിനുള്ളിലും മൗത്തിനുള്ളിലും വജൈനയ്ക്കുള്ളിലുമാണ് ഇത് ലൈൻ ചെയ്ത് കിടക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് അബ്രേഷൻ. എന്താണ്? അബ്രേഷനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് ഈ ഒരു ലൊക്കേഷനിൽ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് സ്ക്വയമസ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ മെനി ലെയേഴ്സ് ഉണ്ട്. ടോപ്പ് മോസ്റ്റ് ഫ്ലാറ്റേൺഡ് സെൽസ് ആയിരിക്കും ഇത് കാണപ്പെടുന്നത്. ഈസോഫാഗസ്, മൗത്ത് ആൻഡ് വജൈന. ഇവിടെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അബ്രേഷൻ. ഓക്കെ, ദെൻ സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം. ഇനി എന്താണ്? സിമ്പിൾ ആണ് കോളംനാർ എപ്പിത്തീലിയം. ഒറ്റ ലെയറേ ഉള്ളൂ, അതുകൊണ്ട് സിമ്പിൾ കോളം ലൈക്ക് സെൽസ് ആണ്, അതുകൊണ്ട് കോളംനാർ അല്ലേ, കോളംനാർ സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം. സീലിയേറ്റഡ് ആണ്. ഇതെങ്ങനെയുള്ളതാണ്? സീലിയേറ്റഡ് ആണ്. സീലിയേറ്റഡ് എന്ന് പറയുമ്പോൾ അതിനെ മൂവ് ചെയ്യാൻ, അവിടെയുള്ള പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്യാൻ ഈ സെൽസ് സഹായിക്കും, സീലിയേറ്റഡ് ടിഷ്യൂ സഹായിക്കുന്നു. അപ്പോൾ ഇത് സീലിയേറ്റഡ് ടിഷ്യൂ ആണ്, ഇൻക്ലൂഡിങ് ദ ബ്രോങ്കൈ. ബ്രോങ്കൈ എന്ന് പറയുമ്പോഴത്തേക്ക് സ്മോൾ എയർവേസ് എന്ന് പറയും. നമ്മുടെ ലങ്സിനുള്ളിൽ ബ്രോങ്കൈ ഉണ്ട്. ബ്രോങ്കൈയിലും യൂട്രൈൻ ട്യൂബ്സ്. ഏതാണ്? യൂറ്ററൈൻ ട്യൂബ്സ്, അതായത് ഫെലോപ്യൻ ട്യൂബാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ യൂട്രസിനുള്ളിൽ കാണപ്പെടുന്ന യൂട്രൈൻ ട്യൂബ്സ് അല്ലെങ്കിൽ ഫലോപ്യൻ ട്യൂബ്സിനുള്ളിലും ആൻഡ് യൂട്രസിനുള്ളിലും കാണപ്പെടുന്നു അല്ലേ. ഡൈജസ്റ്റീവ് ട്രാക്ട്, ബ്ലാഡറിലൊക്കെ ഇത് കാണപ്പെടുന്നു. ഇനി ഇവിടെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അബ്സോർപ്ഷനാണ് നടക്കുന്നത്. ഇവിടെ എന്ത് നടക്കും? അബ്സോർബ് ചെയ്യുക. ഇതിന് ഇറ്റ് ഓൾസോ സെക്രീറ്റ് മ്യൂക്കസ് ആൻഡ് എൻസൈം. ഇവിടെ അബ്സോർബ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഉണ്ട്, അബ്സോർബ് ചെയ്യുക. ദെൻ ഇത് സെക്രീറ്റ് ചെയ്യും. എന്തിന്? എൻസൈം സെക്രീറ്റ് ചെയ്യും ആൻഡ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. എൻസൈംസും സെക്രീറ്റ് ചെയ്യും, മ്യൂക്കസും സെക്രീറ്റ് ചെയ്യും. അപ്പോൾ സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ ലെയറേ ഉള്ളതുകൊണ്ട് ഇനി സിമ്പിൾ കോളംനാർ സെൽസ് ആയതുകൊണ്ട് ഇത് കോളംനാർ എപ്പിത്തീലിയം. ദർ ഈസ് ഓൺലി വൺ ലെയർ ഓഫ് സെൽസ്, സീലിയേറ്റഡ് ടിഷ്യൂ ഇൻക്ലൂഡിങ് ദ ബ്രോങ്കൈ, യൂട്രൈൻ ട്യൂബ്സ് ആൻഡ് യൂട്രസ്. ഇതെവിടെ കാണപ്പെടുന്നു? ബ്രോങ്കൈയിലും യൂട്രൈൻ ട്യൂബ്സിലും യൂട്രസിലും കാണപ്പെടുന്നു. ഇനി സ്മൂത്ത് ആർ ഇൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്, ബ്ലാഡർ. എവിടെ കാണപ്പെടുന്നു? ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും ബ്ലാഡറിലും കാണപ്പെടുന്നു. ഇവിടെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്രീഷൻ ഓഫ് മ്യൂക്കസ് ആൻഡ് എൻസൈം. എന്താണ്? മ്യൂക്കസും എൻസൈമും സെക്രീറ്റ് ചെയ്യാന്നുള്ള ഫംഗ്ഷനാണ് സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയത്തിൽ എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ. ഇനി ട്രാൻസിഷണൽ എപ്പിത്തീലിയം. എന്താണ് ട്രാൻസിഷണൽ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഈ സെല്ല് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതെന്താണ്? ഒരു ഇറഗുലർ പോലെ കാണപ്പെടുന്നല്ലേ, ഇറഗുലർ ഷേപ്ഡ് ആണ്. അതപ്പോൾ ട്രാൻസിഷണൽ എപ്പിത്തീലിയം മെനി ലെയേഴ്സ് ഓഫ് ഇറഗുലർലി ഷേപ്ഡ് സെൽസ് വിത്ത് ഡിവേഴ്സ് സൈസസ്. ഇതിൻ്റെ സൈസസ് കാണാം എങ്ങനെ ഡിവേഴ്സ് ആയിട്ടാണ്. ഒന്ന് മുകളിലോട്ട് വന്നെങ്കിൽ ഒന്ന് താഴോട്ടാണ്, ഒന്ന് അങ്ങോട്ട് വന്നെങ്കിൽ ഒന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഇത് ഇറഗുലർ ആണ്. മെനി ലെയേഴ്സ് ഉണ്ട്, പക്ഷേ ഇറഗുലർ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തലതിരിഞ്ഞ് കിടക്കുകയാണ്. ഡിവേഴ്സ് സൈസസ് ആണ്. ഇതെവിടെ കാണപ്പെടുന്നത്? നമ്മുടെ ബ്ലാഡർ, യുറീത്ര ആൻഡ് യുറീറ്റേഴ്സിനുള്ളിൽ കാണപ്പെടുന്നു. അത് എവിടെയാണ്? ഹോളോ ഓർഗനായ ബ്ലാഡർ, യുറീത്ര ആൻഡ് യുറീറ്റേഴ്സിനുള്ളിൽ ലൈൻ ചെയ്ത് കിടക്കുന്നു. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അലൗസ് ദ യുറീനറി ഓർഗൻ ടു എക്സ്പാൻഡ് ആൻഡ് സ്ട്രെച്ച്. എന്താണ്? യുറീനറി ഓർഗൻസിനെ എക്സ്പാൻഡ് ആൻഡ് സ്ട്രെച്ച് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് ഈ ട്രാൻസിഷണൽ എപ്പിത്തീലിയത്തിന് ഉള്ളത്. അപ്പോൾ ഈ ട്രാൻസിഷണൽ എപ്പിത്തീലിയം സെൽ കാണപ്പെടുന്നത് എവിടെയാണ്? ലൈൻസ് ദ ബ്ലാഡറിനെ ലൈൻ ചെയ്ത് കിടക്കുന്നു, യുറീത്രയെ ലൈൻ ചെയ്ത് കിടക്കുന്നു, യുറീറ്ററിനെ ലൈൻ ചെയ്ത് കിടക്കുന്നു. അപ്പം ഈ ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ മെനി ലെയേഴ്സ് ഉണ്ട്, ഇറഗുലർലി ഷേപ്ഡ് സെൽസ് വിത്ത് ഡിവേഴ്സ് സൈസസ് ആണ് അല്ലേ. അപ്പോൾ ഇതെവിടെ കാണപ്പെടുന്നു? ബ്ലാഡറിലും യുറീറ്ററിലും. ഇവിടെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് യുറീനറി ഓർഗൻസിനെ എക്സ്പാൻഡ് ആൻഡ് സ്ട്രെച്ച് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ സ്ട്രാറ്റിഫൈഡ് കോളംനാർ എപ്പിത്തീലിയം. എന്താണ് സ്ട്രാറ്റിഫൈഡ് കോളംനാർ എപ്പിത്തീലിയം? മെനി ലെയേഴ്സ് ഓഫ് റെക്റ്റാങ്കുലർ കോളംനാർ സെൽസ്. മെനി ലെയേഴ്സ് ഉണ്ട്. ഇതിന് എത്ര ഉണ്ടോ? ഒരുപാട് ലെയറുകളുണ്ട് അല്ലേ. കോളംനാർ ഷേപ്പാണ്. എന്താണ് ഇതിൻ്റെ ഷേപ്പ്? കോളംനാർ ആണ് ഷേപ്ഡ് സെൽസ്. അതുകൊണ്ട് ഇതിനെ സ്ട്രാറ്റിഫൈഡ്, മെനി ലെയേഴ്സ് ഉണ്ട്, കോളംനാർ ആണ്. അതിൻ്റെ ടോപ്പ് മോസ്റ്റ് സെൽസ് എന്ന് പറയുന്നത് എന്താണ്? കോളംനാർ ആണ്. അതുകൊണ്ട് ഇത് സ്ട്രാറ്റിഫൈഡ് കോളംനാർ എപ്പിത്തീലിയം എന്ന് വിളിക്കുന്നു. ഇനി ഇവിടെ നിന്ന് മെനി ലെയേഴ്സ് ഓഫ് റെക്റ്റാങ്കുലർ കോളം ഷേപ്ഡ് സെൽസ് ആണ്. ഇത് എവിടെ കാണപ്പെടുന്നു? മെയിൽ യുറീത്രയിലും സം ഗ്ലാൻസിൻ്റെ ചില ഗ്ലാൻഡിൻ്റെ ഡക്റ്റുകളിലുമാണ് ഇത് കാണപ്പെടുന്നത്. ഇത് മെയിൽ യുറീത്ര ആൻഡ് ദ ഡക്റ്റ് ഓഫ് സം ഗ്ലാൻസ് അല്ലേ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സെക്രീറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ.
എന്തെങ്കിലും സെക്രീഷൻസും പ്രൊട്ടക്ഷനുമാണ് ഇവിടെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ട്രാറ്റിഫൈഡ് കോളംനാർ എപ്പിത്തീലിയം എവിടെ കാണപ്പെടുന്നു? മെയിൽ യൂറീത്രയിലും സം ചില ഗ്ലാൻസിൻ്റെ ഡക്റ്റുകളിലും ചില ഗ്ലാൻസിൻ്റെ ഡക്റ്റുകളിലും കാണപ്പെടുന്നു. ഇതിൻ്റെ ഫംഗ്ഷൻ ഇവിടെ എന്താണ്? സെക്രീറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ. സെക്രീഷൻ ആൻഡ് പ്രൊട്ടക്ഷനാണ് ഇവിടെ ഇതിൻ്റെ സ്ട്രാറ്റിഫൈഡ് കോളംനാർ എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് കവർ ചെയ്തത്. ടിഷ്യൂ എന്താണെന്ന് പറഞ്ഞു. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം സെല്ലുകൾ അല്ലേ, ഒരു കൂട്ടം സെല്ലുകൾ ഒന്നിച്ച് ചേർന്ന് അതിനെങ്ങനെയുള്ള ഫങ്ഷൻസ് ആണുള്ളത്? സിമിലർ ഫങ്ഷൻസ് ആണുള്ളത്. എങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ്? എന്തുകൊണ്ട്? സിമിലർ ഫങ്ഷൻസ് ആണുള്ളത് അല്ലേ. അപ്പം ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് വർക്ക് ടുഗെദർ ടു പെർഫോം എ പർട്ടിക്കുലർ ഫങ്ഷൻ ഈസ് കോൾഡ് ആസ് ടിഷ്യൂ അല്ലേ. ഇനി ഈ ടിഷ്യൂവിനെ നമ്മൾ വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. മസ്കുലർ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ നമ്മളിപ്പോൾ ഇത്രയും നേരം ക്ലാസ് കവർ ചെയ്ത എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അപ്പം അതിൻ്റെ ലെയറുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ തരംതിരിച്ചിട്ടുണ്ട്, ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഇതെവിടെ കാണപ്പെടുന്നു? നമ്മുടെ ബോഡി സർഫസിനെ കവർ ചെയ്ത് കാണപ്പെടുന്നു, ബോഡി ക്യാവിറ്റീസിനുള്ളിൽ ലൈൻ ചെയ്ത് കിടക്കുന്നു, അതുപോലെ ഹോളോ ഓർഗൻസിനെ ലൈൻ ചെയ്ത് കിടക്കുന്നു. ഇവിടെയൊക്കെ ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ഇതിൻ്റെ ഫങ്ഷൻസിന് വേരിയേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ കോമൺലി ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണ്? മെയിൻ ഫങ്ഷൻസ് എന്താണ്? പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ, സെക്രീഷൻ ആൻഡ് സെൻസറി. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ ഒക്കെ കവർ ചെയ്യും. അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുക. മനസ്സിലാകുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ കവർ ചെയ്ത് നെക്സ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ അപ്ലോഡ് ചെയ്യും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. Keep watching and subscribe my channel. Happy learning. Bye bye.